നമ്മളെ മറന്ന് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവർക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ സ്റ്റോറി ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അതായത് നമ്മളെ മറന്ന് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവർക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ സ്റ്റോറി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ബിക്കോസ് അവർക്കിത് ചിലപ്പോൾ യൂസ്ഫുൾ ആയാലോ. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് കേട്ട് നോക്കിക്കോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയെന്ന് വരാം. സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്തെ വെച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്തത്, ഇത് പണ്ട് കാലത്തെ സ്റ്റോറിയാണ്. സോ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഹൗസിനെ ബേസ് ചെയ്തിട്ടാണ്, സ്പെഷ്യലി ഒരു ലൈറ്റ് ഹൗസ് കീപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കില്ലേ. മറ്റുള്ള എന്താ പറയുക, വരുന്ന കപ്പലുകളെല്ലാം മറ്റുള്ള പാറയിലും മറ്റും തട്ടാതെയൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് വഴി കാട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല സാധാ ലൈറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ലൈറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മണ്ണെണ്ണ വെച്ചിട്ടുള്ള വിളക്കുകളുണ്ടല്ലോ, ആ വിളക്കുകളായിരിക്കും വഴികാട്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു കാലത്തെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു പേരിടാം, ലെറ്റ് ബി അർജുൻ. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ്റെ ജോലി എന്താണെന്നറിയാവോ? ലൈറ്റ് ഹൗസ് കീപ്പറായിട്ടാണ്. ലൈറ്റ് ഹൗസ് കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ഹൗസിൽ ശരിക്കും പറഞ്ഞാൽ അക്കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും മണ്ണെണ്ണ വിളക്കുകളാണല്ലോ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നതാണ് ജോലി, ആ വിളക്ക് അണയാതെ നോക്കുക എന്ന് പറയുന്നത് ജോലിയാണ്. അതുപോലെ തന്നെ ഈ മണ്ണെണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കുക, കറക്റ്റായിട്ട് എന്താ പറയുക, ഈ വിളക്കുകൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലൈറ്റ് ഹൗസ് കീപ്പറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അർജുൻ ഇങ്ങനെ കറക്റ്റായിട്ട് എന്താ പറയുക, അർജുൻ്റെ ജോലിയും ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വഴിപോക്കൻ വന്നത്. ആൾ വന്നിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞു, ലൈക്ക് എന്താ പറയുക, ഭയങ്കര തണുപ്പാണ്, തീരെ സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് മണ്ണെണ്ണ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും, അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് കുറച്ച് മണ്ണെണ്ണ തരാമോ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അർജുൻ ചിന്തിച്ച് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, പാവം, അവർക്ക് ഒരു ആവശ്യം കൊണ്ട് അവർ ചോദിക്കുന്നതല്ലേ, ചുമ്മാ കളിക്ക് ചോദിക്കുന്നതൊന്നും അല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അർജുൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണ ഇയാൾക്ക് കൊടുത്തു വിട്ടു. അടുത്ത ദിവസം അർജുൻ അതേപോലെ അർജുൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വഴിയിൽ ഒരു കർഷകൻ വന്നത്. കർഷകനാണെങ്കിൽ ഫുൾ വിഷമിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ അർജുൻ എന്ത് പറ്റി എന്ന് പറഞ്ഞ് കർഷകൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കർഷകൻ പറഞ്ഞു, അത് വന്നിട്ട് ആളുടെ കയ്യിലൊരു വിളക്കുണ്ടായിരുന്നു, ആ വിളക്ക് ഇപ്പോൾ അണഞ്ഞു പോയി. ആളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൃഗം ഉണ്ടായിരുന്നു, അതിവിടെ നിന്നിട്ട് ആളുടെ കയ്യിൽ നിന്നിട്ട് ഓടിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ആ മൃഗത്തിനൊന്ന് കണ്ടുപിടിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ, ആ വിളക്കിൽ എണ്ണയില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നോർത്ത് കർഷകൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു, അർജുന് പാവം തോന്നി. അർജുൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറച്ച് മണ്ണെണ്ണ ഉണ്ട്. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു, കുറച്ച് എണ്ണ എടുത്ത് കൊടുത്തിട്ട് ആളെയും സമാധാനപ്പെടുത്തി. അപ്പോഴത്തേക്കും ആൾ എന്ത് ചെയ്തു, വളരെയധികം താങ്ക് ഒക്കെ ചെയ്തിട്ട് പോയി. കാരണം ഇത് ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അർജുൻ ആ മണ്ണെണ്ണ എടുത്ത് കളഞ്ഞൊന്നും അല്ലല്ലോ, ജെനുവിനായിട്ടുള്ളൊരു പേർപ്പസ് അല്ലേ ഉണ്ടായിരുന്നത്. അർജുൻ അതിന് കൊടുത്തതിന് വേണ്ടിയിട്ട് അർജുന് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അന്ന് അർജുനെ തേടി വന്നതെന്ന് പറയുന്നത് ഒരു അമ്മയായിരുന്നു. വളരെയധികം എന്താ പറയുക, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരമ്മ. അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുൻ കണ്ടു. അർജുൻ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അത് മക്കൾ വീട്ടിൽ പട്ടിണിയാണ്, അവർക്ക് ഫുഡ് കൊണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എണ്ണ വേണമല്ലോ, പക്ഷെ അവരുടെ കയ്യിൽ അത് മേടിക്കാനുള്ള കാശില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ കരഞ്ഞിരിക്കുകയായിരുന്നു. ആ സിറ്റുവേഷനിൽ അർജുൻ എന്ത് ചെയ്തു, അർജുൻ കുറച്ച് മണ്ണെണ്ണ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണെണ്ണ ആൾ ഉദ്ദേശിച്ച മാതിരി അത്രയും സമയത്തേക്കൊന്നും നിന്നില്ല. അതിനിടയ്ക്ക് തന്നെ ആ വീക്ക് തീരുന്നതിന് മുന്നേ തന്നെ മണ്ണെണ്ണ തീർന്നുപോയി. പ്രതീക്ഷിക്കാത്ത സമയത്ത് തീർന്നു പോയത് കൊണ്ടിട്ട് തന്നെ ആ സമയത്ത് വിളക്കും കെട്ടുപോയി. അതുപോലെ തന്നെ എന്താ പറയുക, കപ്പലുകൾക്ക് കറക്റ്റായിട്ടുള്ള വഴി കാണിക്കാൻ പറ്റാതെ കപ്പലുകൾ ചെന്ന് പാറയിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് അധികാരികൾ ചുമ്മാ ഇരിക്കില്ലല്ലോ. അവർ ഈ കീപ്പറിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായിരുന്നു സംഭവിച്ചത് എന്ന കാര്യത്തിന് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അപ്പോൾ ഈ കീപ്പർ പറഞ്ഞു കൊടുത്തു, ഇത് ഞാൻ ഈ കറക്റ്റായിട്ട് ഞാനിത് വേറെ ഒന്നിനും ഞാൻ എൻ്റെ ആവശ്യത്തിനൊന്നും ഉപയോഗിച്ചതൊന്നുമല്ല, വളരെ എന്താ പറയുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് കൊടുത്തു വിട്ടതായിരുന്നു. അത് കാരണം കൊണ്ടാണ് മണ്ണെണ്ണ തികയാത്തത് എന്ന കാര്യം അർജുൻ വളരെ വിഷമത്തോടെ
ആ അധികൃതരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അധികൃതർ അർജുൻ്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല, ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നിനക്ക് ആ എണ്ണ തന്നതെന്ന് പറയുന്നത് ഒരു പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. ആ പേർപ്പസ് എന്ന് പറയുന്നത് ആ വിളക്ക് അണയാതെ കത്തിക്കൊണ്ടിരിക്കുക എന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് നോബിളായിട്ടുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരാം. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന കാര്യമാണ്. ലൈറ്റ് ഹൗസ് കീപ്പറിനെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജോലിയുണ്ട്. ലൈറ്റ് അണയാതെ നോക്കുക എന്ന് പറയുന്നതാണ് ലൈറ്റ് ഹൗസ് കീപ്പറിൻ്റെ ജോലി എന്ന് പറയുന്നത്. കീപ്പറിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തു വരുന്ന സമയത്താണ് ചിലരുടെ ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് വന്നത്. അതായത് എന്താ പറയുക, മൃഗത്തിനെ കണ്ടുപിടിക്കാനും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വീട്ടിൽ മക്കൾക്ക് പാചകം ചെയ്ത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അർജുൻ്റെ ശരിക്കുള്ള മിഷൻ എന്താണെന്ന കാര്യം തന്നെ മറന്നുപോയി. ആ വിളക്ക് അണയാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നതായിരുന്നു അർജുൻ്റെ മെയിനായിട്ടുള്ള ജോലി. ആ ജോലി തന്നെ അർജുൻ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പല സിറ്റുവേഷൻസിലും നമ്മൾ നമ്മുടെ പേർപ്പസ് എന്താണെന്ന് മറന്നു പോകുന്ന സിറ്റുവേഷൻസ് വരലുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം ഉണ്ടാവും. ആ കാര്യം മറന്നുകൊണ്ടിട്ട് നമ്മൾ മറ്റാർക്ക് വേണ്ടിയിട്ട് എന്ത് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അത് ശരിക്കും ഹാംഫുൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ റിക്വസ്റ്റും നിങ്ങളുടെ യെസ് ഡിസേർവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങളുടെ ടൈമും ഡിസേർവ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേർപ്പസ് മറന്നിട്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നിട്ട് മറ്റുള്ളവരുടെ ജെനുവിൻ ആയിട്ടുള്ള നീഡ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കാരണം കൊണ്ടിട്ട് അഫക്റ്റ് ആവാൻ പോകുന്നത് ഒന്ന് നിങ്ങളായിരിക്കും. പിന്നെ നിങ്ങളുടെ കൂടെ അഫക്റ്റ് ആവാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ചിലരുണ്ടാവും. അവരുടെ ലൈഫും ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രോബ്ലത്തിലാവുമായിരിക്കും ചെയ്യുന്നത്. സോ ഇറ്റ്സ് റിയലി ഹാംഫുൾ. ആ സമയത്ത് അത് കുറച്ച് നോബിൾ ആണെങ്കിലും കൂടി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് മൈൻഡിൽ വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പേർപ്പസ് ഉണ്ട്, ഞാൻ ഈ പേർപ്പസിനുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പേർപ്പസിനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടിട്ട് ഞാനും എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചിലരും അഫക്റ്റ് ആവും എന്ന് കാരണം കൊണ്ടിട്ട് നിങ്ങൾ സെൽഫിഷായിട്ട് മറ്റുള്ളവർ കരുതോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ സെൽഫിഷായിട്ട് അവർ കരുതോ എന്ന കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുക എന്നതാണ് ട്രൂത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേർപ്പസിനും നിങ്ങൾ ചെയ്യുന്ന ആ പേർപ്പസ് കാരണം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് പേർക്കും നല്ലതുണ്ടാവും. അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ അഫക്റ്റ് ആവുന്നത്, ഓക്കെ ഇത് എൻ്റെ ചോയ്സ് ഇതായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അഫക്റ്റായി, കുഴപ്പമില്ല, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആണ്. സോ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് വഴി നിങ്ങളൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ടായിരിക്കും മാറുക. നിങ്ങൾ എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും വരാം നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്. പലരും പലരുടെ ജെനുവിൻ റീസൺ ആയിട്ടും ഒക്കെ വരാം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന, നിങ്ങളുടെ മെയിൻ പേർപ്പസ് നിങ്ങൾ മറക്കാൻ തക്കവണ്ണം ഒരു കാര്യവുമായിട്ട് അവർ വരാം. ആ സിറ്റുവേഷനിൽ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിൻ പേർപ്പസ് എന്താണോ അത് മറക്കാതിരിക്കുക എന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ സ്ട്രോങ് ആയിട്ട് തന്നെ വെക്കുക. ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോക്കസ് മറക്കാതെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഫോക്കസ് മറക്കാതിരിക്കുക എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുക. എന്നാൽ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ സ്വന്തം ദൗത്യവും ലക്ഷ്യവും മറക്കാതിരിക്കുക. അവർക്ക് നല്ല കാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യവും ലക്ഷ്യവും മറന്നു കഴിഞ്ഞാൽ അത് കാരണം കൊണ്ടിട്ട് ഒരുപാട് നഷ്ടമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഈ സ്റ്റോറിയെ പറ്റിയിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളുടെ പേർപ്പസിനെ ഫോക്കസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ മേ ബി അതെനിക്ക് വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കും തരിക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങളുടെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.